സുരേഷ് ഏട്ടൻ തൃശ്ശൂര് മൂന്നാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. 2019 പാർലമെന്റിലേക്ക് മത്സരിച്ചു, പരാജയപ്പെട്ടു. അതിനുശേഷം വന്ന നിയമസഭാ ഇലക്ഷന് മത്സരിച്ചു, പരാജയപ്പെട്ടു. ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്ന കണക്ക് ആരോ എഴുതി വെച്ചത് മലയാളികൾ പറയുന്നുള്ളതുകൊണ്ട് മൂന്നാം തവണയും തൃശ്ശൂരിൽ നിന്ന് പാർലമെന്റിലേക്ക് ജനവിധി തേടുന്നു. അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് സുനിൽകുമാർ ഉണ്ട്, സിറ്റിംഗ് എം പി TN പ്രതാപനുണ്ട്. ഏവർക്കും ഇലക്ഷൻ ധമാക്കയിലേക്ക് സ്വാഗതം. അപ്പോ തൃശ്ശൂരാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. തൃശ്ശൂര് ഞാൻ ഇങ്ങ് എടുക്കുക. തൃശ്ശൂര് നിങ്ങൾ എനിക്ക് തരണം. ഓക്കെ, അപ്പോ തൃശ്ശൂരിലേക്ക് ഇറങ്ങുമ്പോൾ തൃശ്ശൂര് ആദ്യം തന്നെ സുരേഷ് ഏട്ടൻ പ്രചരണം ആരംഭിച്ചായിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുരേഷ് ഏട്ടന്റെ പ്രചരണം ആരംഭിച്ചു. സുരേഷ് ഏട്ടൻ ഒരുപാട് ആളുകളെ കാണുന്നു. വിഷുവിന് കാറിൽ വന്ന് 1 രൂപയുടെ നോട്ട് കൊടുക്കുന്നു, അനുഗ്രഹം കൊടുക്കുന്നു, പാവപ്പെട്ടവരെ സഹായിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അദ്ദേഹത്തെ കുറിച്ച് മറ്റുള്ള രാഷ്ട്രീയക്കാരോട് ചോദിക്കുമ്പോൾ അദ്ദേഹം നല്ല മനസ്സിനുടമയാണെന്നുള്ളൊരു സത്യം എല്ലാവരും പറയുന്നുണ്ട്. ആരിഫ് MP അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ അമ്പലപ്പുഴ പാൽപായസം എന്ത് മനോഹരമാണ്, വളരെ മനോഹരമാണ്, അതിരുചിയാണ്. പക്ഷേ അതൊരു തുപ്പൽ കോളാമ്പിയിലാണ് ഒഴിക്കുന്നതെങ്കിൽ അതിൻ്റെ എല്ലാം പോയില്ലേ. ആ അവസ്ഥയാണ് സുരേഷ് ഗോപി BJPയിൽ എത്തിയതെന്നാണ് ആരിഫ് MP അഭിലാഷിനോട് പറഞ്ഞത്. നമ്മുടെ സ്വന്തം അഭിലാഷ് ഏട്ടനോട് പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേൾക്കാൻ സാധിച്ചത്, കാണാൻ സാധിച്ചത്. അപ്പോൾ സുരേഷ് ഏട്ടൻ അങ്ങനെയാണ്. സുരേഷ് ഏട്ടൻ ഈ ഇടയ്ക്ക് ലൂർദ് മാതാവിനൊരു സ്വർണ്ണ കിരീടം കൊടുത്തു. അദ്ദേഹം കൊല്ലത്താണ്, അദ്ദേഹം ഫാത്തിമ മാതാ കോളേജിലാണ് പഠിച്ചത്. അവിടെ ഒന്നും കൊടുത്തില്ല. അവിടെ ഒന്നും കൊടുക്കാതെ അദ്ദേഹം തൃശ്ശൂര് ലൂർദ് മാതാ ചർച്ചിൽ ഒരു കിരീടം കൊടുത്തു. ആ കിരീടം ഇപ്പോൾ വിഷയമായിട്ടിരിക്കുകയാണ്. ആ കിരീടത്തിൽ ചെമ്പ് തെളിഞ്ഞു എന്ന് പറയുന്നു. വിഷയം ഇപ്പൊ ചെമ്പാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും അവർ സ്വീകരിക്കും. പക്ഷെ ഇത് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് കൊടുത്തത് കൊണ്ട് ഇപ്പോൾ അത് പരിപാലിക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടല്ലോ ചർച്ചിന്റെ, അവര് മാറിയതിനു ശേഷം പുതിയ കമ്മിറ്റി വരുമ്പോൾ ചെമ്പാണെങ്കിൽ ഇവർ അടിച്ചു മാറ്റിയതാണ് പറയുമല്ലോ, ഇവർക്കെതിരെ ആരോപണം വരുമല്ലോ. അതുകൊണ്ടാണ് ചർച്ച തീരുമാനിച്ചിട്ട് അതിനൊരു അന്വേഷണ കമ്മിറ്റി വെച്ച് അവരത് പരിശോധിക്കും. ശാസ്ത്രീയമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അവർ പരിശോധിക്കട്ടെ. സുരേഷ് ഏട്ടൻ അങ്ങനെ മനഃപൂർവ്വം ചെമ്പ് വയ്ക്കുന്ന ഒരു അഭിപ്രായക്കാരനല്ല ഞാൻ. അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല. അദ്ദേഹം ഒരു തട്ടാൻ്റെ കയ്യിൽ പൈസ സ്വർണം കൊടുത്തു, തട്ടാൻ പണിഞ്ഞു കൊടുത്തു. പിന്നെ ഇതൊക്കെ ഒരു കരകൗശല വസ്തു പോലെ ഒരു അമൂല്യ കാഴ്ചയ്ക്ക് വേണ്ടി വെക്കുന്ന പ്രദർശന വസ്തു ആയതുകൊണ്ട് നല്ല ഭംഗിയിലും കട്ടിയിലും ഇരിക്കാൻ വേണ്ടി അത് ചെമ്പൊക്കെ സാധാരണയായിട്ട് പണിയുന്ന ആളുകൾ ഇത്ര ശതമാനം ചെമ്പൊക്കെ ചേർക്കും, എന്നാലേ സ്വർണത്തിനൊരു കട്ടി ഉണ്ടാവത്തുള്ളൂ. അതിനുവേണ്ടി ചേർക്കും. അങ്ങനെ തട്ടാന്മാര് പണിഞ്ഞതാവാനാ സാധ്യത. പിന്നെ മറ്റൊന്ന് നമ്മുടെ TN പ്രതാപൻ, സിറ്റിംഗ് MP പ്രതാപനെ കുറിച്ച് സാജൻസ്കറിയ പറഞ്ഞത്, പ്രതാപൻ എന്തു ചെയ്തിട്ടാണെങ്കിലും എല്ലാ കള്ളത്തരവും കയ്യിലുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും വോട്ട് പിടിച്ച് ജയിക്കുമെന്നാണ് പറയുന്നത്. സാജൻസ്കറിയ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞേ. പിന്നെ സുനിൽകുമാറിനെ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വന്നു, ഒരു ഇറച്ചിക്കടക്കാരന് കൈ കൊടുക്കുന്നത്. സുരേഷ് ഗോപിക്ക് ഒരിക്കലും ചോദിക്കാൻ കഴിയാത്ത വോട്ടെന്ന് പറഞ്ഞിട്ട് പ്രചരിച്ചു. സത്യല്ലേ, ഞാൻ ചെവിയിൽ പൂടെയുള്ള നായര, എനിക്ക് അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സവർണ മേധാവിത്വ ബോധമുള്ള സുരേഷ് ഏട്ടൻ എങ്ങനെയാണ് ഒരു ഇറച്ചിക്കടക്കാരന് കൈ കൊടുക്കാനും അവനോട് വോട്ട് ചോദിക്കാനും പറ്റുന്നത്? പറ്റത്തില്ല, ഒരിക്കലും സാധിക്കില്ല. അതുപോലെ പിന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ പക്ഷികൾക്ക് അദ്ദേഹം വെള്ളം കൊടുക്കുന്നു. കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ഒന്നും ചെയ്തില്ല. 32% വോട്ടുള്ള തിരുവനന്തപുരത്ത് മത്സരിക്കാതെ തൃശ്ശൂർ 28% വോട്ടുള്ള തൃശ്ശൂർ മത്സരിക്കുകയാണ് ജയിക്കാൻ വേണ്ടി. അത് വേറൊരു കാര്യം. ഇനി സുനിലേട്ടന്റെ കാര്യം പറഞ്ഞാൽ സുനിലേട്ടൻ അങ്ങോട്ട് ഇറങ്ങി ഒരു രാജകീയ ഇറക്കമായിരുന്നു. എന്തോ ആളും വേളമായിരുന്നു. നമുക്കത് കാണുമ്പോൾ തോന്നും ഇടതുപക്ഷം അങ്ങ് ജയിക്കുമെന്നല്ലേ. ശരിക്കും അവിടെ ക്രിസ്ത്യൻ സമുദായം ആർക്കാണോ കൂടുതൽ വോട്ട് ചെയ്യുന്നത് അവർ ജയിക്കും. ഹിന്ദു സമുദായം അല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ കേന്ദ്രീകരിച്ച് ഒരുപാട് ജാതി സംഘടനകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവര് വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഇപ്പൊ SNDP ഒക്കെ ഈ BJS ഒക്കെ BJPക്കൊപ്പം ഉണ്ടെങ്കിലും SNDP വേറൊരു സിസ്റ്റമാണ്. ഇപ്പോ BJPക്കാരനായ PC ജോർജ് വെള്ളാപ്പള്ളി ഇടയ്ക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ വോട്ടൊക്കെ BJPക്ക് പോകുന്നുള്ള സംശയമാണ്. കുറച്ചാളുകൾ ചെയ്യും, കുറച്ചാളുകൾ സുനിലേട്ടന് ചെയ്യും. പ്രതാപന് പിന്നെ ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് മുസ്ലിങ്ങൾ, കുറച്ച് ഹിന്ദുക്കള്, കുറച്ച് ക്രിസ്ത്യാനികള്, അവരൊക്കെ പ്രതാപേട്ടന് ചെയ്യാനുള്ളൂ. പക്ഷെ പ്രതാപേട്ടൻ 5 വർഷമായിട്ട് ഇനി പാർലമെന്റ് ഒന്നും വേണ്ട, നിയമസഭയിൽ നിൽക്കണമെന്നും പറഞ്ഞ് നിന്നുകൊണ്ട് പ്രതാപേട്ടന്റെ കാര്യം പരിങ്ങലില്ല. സുനിൽ കനകോല് കൊടുത്ത ലിസ്റ്റിൽ ആന്റണി, രമ്യ ഹരിദാസ്, TN പ്രതാപനും ഉണ്ടായിരുന്നു തോൽക്കാൻ സാധ്യത ഉള്ളവരില്. ജനങ്ങൾക്കറിയാം.
അതുകൊണ്ട് തന്നെ ഈ ഗിമിക്കുകൾ ഒന്നുമില്ല. സുരേഷ് ഏട്ടനെ പോലെ ഗിമിക്കില്ല. സുരേഷ് ഏട്ടന്റെ ലാസ്റ്റ് ഒരു വെയ്യാത്ത സുഖമില്ലാത്ത ഒരു കുഞ്ഞിനെ കൊണ്ട് അമ്മ വരികയാണ്. അമ്മ വന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ സഹായം പറയണം. പുള്ളി സഹായിക്കുന്ന ആളാണെന്ന് കേട്ടറിഞ്ഞിട്ടാണല്ലോ വരുന്നത്. പറയാണ് ഗോവിന്ദൻ മാഷിനെ പോയി കാണാൻ, ഗോവിന്ദനെ പോയി കാണാൻ. ഏതോ ഗോവിന്ദനെ കാണാൻ തൻ്റെ അടുത്ത് വേണ്ട ആരുണ്ടോ? ഉണ്ടോ? തന്നോട് ഒരാൾ സഹായിക്കാൻ വരുമ്പോ ഇപ്പൊ പറ്റില്ല, അല്ലെ കുറച്ച് കഴിഞ്ഞ് വന്ന ഒരു മാന്യമായിട്ടുണ്ട്, അല്ലെ ഗവൺമെന്റിനെ കാണൂ, പിണറായി വിജയനെ കാണൂ, ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണൂ എന്ന് പറയാം. ഗോവിന്ദനെ കാണാൻ തന്റെ ഇത് വേണോ? എന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അത് ഗോവിന്ദ മാഷ് ഏറ്റെടുക്കുന്നു, വീണ ജോർജ് ഏറ്റെടുക്കുന്നു, അവർക്ക് സർക്കാരിന്റെ എല്ലാം കൊടുക്കുന്നു. സുരേഷ് ഏട്ടൻ ചിലപ്പോൾ തന്ത്രം പ്രയോഗിച്ചായിക്കൂടെ, ഞാൻ പറഞ്ഞോണ്ട. അങ്ങനെ സുരേഷ് ഏട്ടാ, ഇതൊക്കെ കൊണ്ട് തൃശ്ശൂരിലെ പല ആളുകളും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ പാർലമെന്റിലല്ല, നിങ്ങൾ അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ പോലും ജയിക്കത്തില്ലെന്ന്. കാരണം നിങ്ങളുടെ ചെമ്പ് പുറത്തു വരികയാണ്, നിങ്ങൾ ഉള്ളിലെ ചെമ്പ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി TN പ്രതാപനും സുനിൽകുമാറും തമ്മിലാണ് ശരിക്കും മത്സരം നടക്കുന്നത്. LDF UDF തമ്മിലാണ്. ഇദ്ദേഹം കുറെ ഗിമിക്കുമായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. പ്രതാപൻ അവിടെ കുറെ തീരദേശ മേഖലയിൽ കുറെ കടുത്തിട്ട വോട്ടുകളുണ്ട്, അത് മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകളാണ്. അതൊക്കെ കിട്ടുമെന്നുള്ള കാര്യം സംശയം. കാരണം SDP അവിടെ വലിയൊരു ശക്തിയായിട്ട് കടന്നു വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ വലിയ ശക്തിയായിട്ട് തന്നെ SDP വന്നിട്ടുണ്ട്. SDP വോട്ടുകൾ തൃശ്ശൂർ നിർണായകമാണ്. അവര് സുരേഷ് ഗോപി ജയിപ്പിക്കില്ല, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ ഒരാളല്ല ജയിക്കേണ്ടത് എന്നുള്ള തീരുമാനം എടുത്ത പോലെയാണ് അവളുടെ വലിയ പൊതുസമ്മേളനത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവളുടെ വോട്ട് നിർണായകമായതുകൊണ്ട് തന്നെ അവർ ജയിക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. അത് LDFന് കിട്ടാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു കണക്ക്. കാരണം സുനിലേട്ടൻ അവിടെ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. VS സുനിൽകുമാർ തൃശ്ശൂർ പിടിക്കും, അല്ലെ തൃശ്ശൂർ VS സുനിൽകുമാർ എടുക്കുമെന്ന് ഞാൻ പറയുകയാണ്. അവിടെ മുസ്ലിം വോട്ടുകൾ നിർണായകം തന്നെയാണ്. ക്രൈസ്തവ വോട്ടുകളൊക്കെ ഭൂരിപക്ഷം തീരുമാനിക്കുമെങ്കിൽ അത് കുറച്ച് വോട്ടുകൾ BJPക്ക് എന്തായാലും പോകും, കുറച്ച് വോട്ടുകൾ കോൺഗ്രസിന് പോകും, സ്പ്ലിറ്റായി നിൽക്കും. ഹിന്ദു വോട്ടുകളും പോകും. മുസ്ലിം വോട്ടുകൾ ബൾക്കായിട്ട് ഒരിടത്തേക്ക് വരുമ്പോൾ അവർ ജയിക്കും, ഉറപ്പുള്ള കാര്യമാണ്, എഴുതി വെച്ചോളൂ. അപ്പോൾ എൻ്റെ ഈ 3ാമത്തെ എപ്പിസോഡാണ് ഇലക്ഷൻ ധമാക്കയിൽ. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സുരേഷ് ഏട്ടനല്ല, പ്രതാപേട്ടനല്ല, സുനിയേട്ടൻ VS സുനിൽകുമാർ തൃശ്ശൂർ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അത് 2 എപ്പിസോഡ് കാണാത്തവർ കാണുക, എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ആദ്യത്തെ തൃശ്ശൂരും, ആദ്യത്തെ തിരുവനന്തപുരം, 2ാമത്തത് പത്തനംതിട്ടയും, 3ാമത് തൃശ്ശൂരുമായിരുന്നു. ഇതിപ്പോൾ സുരേന്ദ്രൻ്റെ യാത്ര പോലെ ആണെന്ന് നിങ്ങൾ ആരും പറയരുത്. നമുക്കൊന്ന് മാറ്റി പിടിക്കേണ്ട മക്കളെ. അപ്പം ഒരു വീഡിയോ ആയി കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയി കാണാം. ദിസ് ഇസ് ചിന്ത, സൈനിങ് ഓഫ്.